നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേണ്ട, എത്രയും കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് അത്രയും മതി. അത് ശരിയാവില്ല, ആചാരത്തിനെതിരെ അത്. എടോ, താനൊക്കെ ന്യൂജൻ ടീംസ് അല്ലേ, പിന്നെ എന്താ ആചാരത്തിന്റെ കാര്യമൊക്കെ പറയുന്നേ? ഇപ്പൊ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ ആചാരം നോക്കിയിട്ടാണോ? പ്രിയങ്ക, താൻ ഇങ്ങോട്ടും തിരിഞ്ഞ്. എടോ, ഞാനൊരു ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. വേണ്ട, അതൊക്കെ വിവാഹം കഴിഞ്ഞ ശേഷം. പിന്നെ ഇതിനു മുമ്പ് ഞാൻ തന്നെ ഫോട്ടോ എടുത്തിട്ടില്ലേ? മര്യാദയ്ക്ക് തിരിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആളുകൾ വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതോ ഇനി എന്റെ നേർക്കൊന്ന് തിരിയാൻ വേണ്ടി ഞാൻ അച്ഛനും അമ്മയും കൂടെ വിളിച്ചു വരുത്തണോ? അയ്യോ, എന്ത് രസമാണോ തന്നെ ഈ വേഷത്തിൽ കാണാൻ. ഞാനൊരു സത്യം പറയാം, എന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് തവണ തന്നെ ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ. എനിവേ, ഐ എം ലക്കി. കുറച്ച് സമയം കഴിഞ്ഞാൽ താൻ എന്നേക്കുമായിട്ട് എന്റെ സ്വന്തമാകാൻ പോവാം. എനിക്ക് വേണ്ട ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മണ്ഡപത്തിൽ കാണാം. അല്ല, ഇത് ഇയാളുടെ ഫ്രണ്ട്സ് അല്ലേ? താങ്ക്സ്. മൈ ഗോഡ്, ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ പ്രശ്നമാവുന്നു. അയാള് പ്രിയങ്ക ചോദിച്ച പോലും ഇല്ലല്ലോ, അതെന്താ? കണ്ടിഷ്ടപ്പെട്ട പെണ്ണിനെ മാറിപ്പോവുകയോ അതോ എന്താ ഇവിടെ നടന്നേ? എടോ, എന്താ കാര്യം? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. തൽക്കാലം ബഹളമില്ലാതെ കഴിഞ്ഞല്ലോ, അതോർത്ത് ആശ്വസിക്കാം. കൃഷ്ണ, പ്രിയങ്കേച്ചി, രാധികേച്ചി എവിടെ? ചോദിച്ചേട്ടില്ലേ? പുറത്തെവിടെങ്കിലും പോയി തിരക്ക്. വെറുതെ എന്തിനാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? രാധികേച്ചി എവിടെന്ന് പറഞ്ഞാലേ ഞാൻ പോയി നോക്കിക്കോളാം. പ്രിയങ്കേച്ചി, ഇങ്ങോട്ട് നോക്കിയേ.
പ്രിയങ്കേച്ചി. ആ ചേച്ചിയാണോ മണവാട്ടി? ചേച്ചി ഈ വേഷത്തിൽ കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചെന്നറിയോ? അവസാനം ഈശ്വരൻ അങ്ങനെ തന്നെ തീരുമാനിച്ചല്ലോ. നന്ദുട്ടാ, ചേച്ചി ഈ വേഷത്തിൽ കണ്ട കാര്യം നീ വേറെ ആരോടും പറയരുത് കേട്ടോ. അതെന്താ? അത് പറയാൻ പാടില്ല. പറയില്ലെന്ന് ചേച്ചിക്ക് മുൻ വാക്കുതാ. ചേച്ചിക്ക് വാക്ക് താ മോനെ. ശരി, ഞാൻ ആരോടും പറയില്ല. എന്നാ മോൻ പോയിക്കോ. കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് വന്നോളാം. ആരോടും പറയരുത് കേട്ടോ. ശരി. എനിക്ക് രാധികേച്ചിയുടെ കല്യാണം കാണല്ലോ. ഞാൻ ആരോടും പറയില്ല. ആ ചെറുക്കൻ കുഴപ്പമുണ്ടാക്കോ? അവനെ വിശ്വസിക്കാം. അവനാരോടും പറയില്ല. പക്ഷെ അവൻ പറഞ്ഞത് കേട്ടില്ലേ? മുഹൂർത്തത്തിന് സമയായി. പ്രിയങ്കയെ വിളിക്ക്. ഒരു കോള്, ഒരു മിനിറ്റ്. ഹലോ പ്രിയങ്ക, മുഹൂർത്തം ആവാറായി. പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആളുകൾ ഇപ്പൊ എത്തും. നീ എവിടെ എത്തി? സോന, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. മീഡിയക്കാരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. കുറച്ചു നേരം കൂടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കലാ സിറ്റുവേഷൻ. എനിക്കിപ്പോ ഇവിടുന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇവിടെ എനിക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് അറിയോ? ഒരു സൂപ്പർ താരത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റാ എനിക്കെല്ലാരും തന്നോണ്ടിരിക്കുന്നത്. ഇനി എന്നെ വിളിക്കല്ലേ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ബൈ. അവള് പുറപ്പെട്ടിട്ടില്ല. അവിടെ എന്തോ തിരക്കില് നിൽക്കുവോ? അതെ, ഞാൻ വിളിക്കാം. ഞാൻ സംസാരിച്ചോളൂ. അവളുടെ ഫോണിതാ. അയ്യോ സോന, ഇറ്റ്സ് സീരിയസ്. പ്രിയങ്ക എത്തിയില്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ വേഷന്മാരിൽ വിളിച്ചോട്ടൊന്നും വേണ്ടെന്ന്. അപ്പൊ എല്ലാരും കൂടി എന്നെ കുരുക്കി കളഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ ബുദ്ധിമുട്ട്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.